കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ ലഹരിക്കടിമയായ യുവാവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി. കാക്കാട് സ്വദേശി ഷിബിലിയാണ് കൊല്ലപ്പെട്ടത്. ആക്രമണത്തിന് ശേഷം കടന്നുകളഞ്ഞ പ്രതി യാസറിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ഷിബിലിയെ കൊല്ലുമെന്ന് യാസർ നിരന്തരം ഭീഷണിപ്പെടുത്തുമായിരുന്നു. ഇയാളുമായി നിയമപരമായി വേർപെടാൻ ഷിബില തയ്യാറെടുക്കുമ്പോഴാണ് കൊലപാതകം നടന്നത്. ഇംതിയാസ് കരീമും നമുക്കൊപ്പം അഖില CPയും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇംതിയാസ് ഉള്ളത് ഈങ്ങാപ്പുഴയിൽ ഷിബിലിയുടെ വീട്ടിൽ നിന്നാണ്. ഇംതിയാസ്, വളരെ ദൗർഭാഗ്യകരമായ സംഭവങ്ങളുടെ ഓരോ ദിവസവും കടന്നു പോകുന്നു. ബന്ധങ്ങളിൽ താല്പര്യമില്ല എങ്കിൽ അത് അംഗീകരിക്കാൻ തയ്യാറാവാതെ എതിർകക്ഷിയെ ഇല്ലായ്മ ചെയ്യുന്നതിലേക്ക് ചിന്തകൾ നീങ്ങുന്ന ഒരു കാലത്തിൽ ഇന്നിതാ വീണ്ടും ഒരു സംഭവം കൂടി. ഈ യാസർ ഉമ്മയെ കൊലപ്പെടുത്തിയ കൊലപാതകിയുടെ സുഹൃത്താണ് എന്നറിഞ്ഞതിനെ തുടർന്നും ഈ ഷിബിലി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഷിബിലിക്ക് അതിൽ വലിയ വിയോജിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഒരു സൗഹൃദം വെച്ച് പുലർത്തുന്നതിൽ ഇതുമൊക്കെ കൊലപാതകത്തിന് കാരണമായോ? വിശദാംശങ്ങൾ എന്താണ്? മൂത്തി, തീർച്ചയായിട്ടും മൂത്തി ആദ്യഘട്ടത്തിൽ തന്നെ സൂചിപ്പിച്ച പോലെ വളരെയധികം ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ്. ഒരു നാടിനെ ഒന്നാകെ വീണ്ടും ഞെട്ടലിലാക്കിയ, വേദനയിലാഴ്ത്തിയ ഒരു സംഭവമെന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്നതാണ്. യാസിർ തൻ്റെ വധുവായിട്ട്, തൻ്റെ ഭാര്യയായിട്ടുള്ള സ്വന്തം ഭാര്യയെ ഷിബിലയെ കൊന്ന് അവരുടെ ഭാര്യാപിതാവിനെയും ഭാര്യ മാതാവിനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ച് അവരെല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന അവസ്ഥ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കൃത്യം നടന്ന ഷിബിലയുടെ വീടിന് മുൻപിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇതാ ഈ വീട്ടിൽ വെച്ചാണ് സ്വന്തം ഭാര്യയായ ഷിബിലയെ യാസിർ തൻ്റെ കാറിലെത്തി വീടിനകത്തേക്ക് പോയി കത്തി കൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിച്ച് ആദ്യം നിലത്തേക്ക് തള്ളിയിട്ട് വീണ്ടും തുരുതുരാ കത്തി കൊണ്ട് കുത്തി കൊലപ്പെടുത്തി കൃത്യം നടത്തിയ ആ വീടാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാനാവുന്നത്. നമുക്കറിയാം, ഇതാണ് റോഡ്. കക്കാടിലേക്ക് കയറിയതിന് ശേഷം വീട്ടിലേക്ക് വരുന്ന റോഡിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ മാരുതി അൾട്ടോ 800 KL 57X എന്ന് തുടങ്ങുന്ന ആ നമ്പർ കാറിൽ യാസർ വന്നത് ഇതുവഴിയാണ്. ആ വാഹനം ഇതുവരെ എത്തിച്ച് ഈ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഈ റോഡിലേക്ക്, ഈ റോഡിൻ്റെ ഇടതുവശത്തായിട്ട് കാറ് നിർത്തുകയും അങ്ങനെ അതിനുശേഷം യാസർ അകത്തേക്ക് ചെന്നാണ് ഇത്തരത്തിൽ കൃത്യം നടത്തുന്നത്. ഈ ഷിബിലയെ കൊല്ലാൻ ശ്രമിക്കുന്നതിനിടയിൽ അതിനെ തടഞ്ഞതായിരുന്നു ഭാര്യാമാതാവായിട്ടുള്ള ഹസീനയും പിതാവായിട്ടുള്ള അബ്ദുൾ റഹ്മാനും. ഇതിനിടയ്ക്കാണ് അവർക്കും ഇത്തരത്തിൽ കത്തി കൊണ്ട് അവരെയും കുത്തിപ്പരിക്കേൽപ്പിക്കുന്നൊരു സാഹചര്യമുണ്ടായത്. പിന്നാലെ കൃത്യം നടത്തിയതിനു ശേഷം യാസിർ ഇതുവഴി തന്നെ, ഈ കാണുന്ന ഈ റോഡിലൂടെ തന്നെ യാസിർ കാറെടുത്ത് പോവുകയും ചെയ്തു. ഇതിലിപ്പോൾ പുറത്തു വരുന്നൊരു പ്രധാനപ്പെട്ട വിവരമെന്ന് പറയുന്നത്, ഇവർ 4 വർഷമായി ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 2020 യാസിറും അതുപോലെ തന്നെ ഷിബിലയും തമ്മിലുള്ള പ്രണയ വിവാഹം കഴിയുന്നത്. കോടതിയിലൊക്കെ പോയി യാസിറിനൊപ്പം തനിക്ക് ജീവിക്കണമെന്ന് കോടതിയെ അറിയിച്ചതിന് ശേഷം അവരുടെ ഭാര്യ വീട്ടുകാരുടെ സമ്മതമില്ലാതെ, തൃപ്തിയില്ലാതെയൊക്കെയാണ് ആ കല്യാണം നടന്നത്. പക്ഷെ അതിനുശേഷം ഇദ്ദേഹം ലഹരിക്കടിമയാണെന്നും ഈ യാസിറുമായിട്ട് ഒത്തുപോകാൻ കഴിയില്ലെന്നൊക്കെ പലതവണ യാസിറിനെ ഷിബില അറിയിച്ചതാണ്. പക്ഷേ ആ സമയത്തും നിർബന്ധിക്കുകയായി, അതായത് താല്പര്യമില്ല എന്നറിഞ്ഞിട്ടും യാസിർ നിരന്തരം നിർബന്ധിക്കുന്ന അവസ്ഥയായിരുന്നു. പിന്നീടാണ് ഈ സ്വന്തം ഉമ്മയെ വെട്ടിക്കൊന്ന ആഷിഖിൻ്റെ സുഹൃത്താണെന്നൊക്കെ അറിയുന്നത്. അതറിഞ്ഞ സമയത്തും എനിക്ക് തുടർന്ന് താങ്കളോടൊപ്പം ജീവിക്കാൻ താല്പര്യമില്ല എന്ന് പലതവണ അറിയിച്ചതാണ്. ആ സമയത്ത് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്. യാസിർ ഭീഷണിപ്പെടുത്തിയെന്ന് നാട്ടുകാരിൽ പലരും അങ്ങനെയൊക്കെ പറയുന്നു. എന്തായാലും വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവം. ഇന്നലെ കൊലപ്പെടുത്തി. പിന്നീട് ഇന്നലെ രാത്രി വളരെ നാടകീയമായി പോലീസ് പരിശോധന നടത്തുന്നതിനിടയ്ക്ക് മെഡിക്കൽ കോളേജ് പരിസരത്ത് വെച്ച് യാസിറിൻ്റെയും യാസിർ ഉപയോഗിച്ച കാറുമൊക്കെ പിടികൂടുന്നൊരവസ്ഥയുണ്ടായി. ഇപ്പോൾ താമരശ്ശേരി പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് യാസിറുള്ളത്. താമരശ്ശേരി പോലീസ് ഉച്ചയോടുകൂടി താമരശ്ശേരി കോടതിയിലൊക്കെ ഹാജരാക്കുകയും ചെയ്യും. ഇപ്പോൾ ഇവിടെയുള്ള ഒരു നാട്ടുകാരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിങ്ങൾ ഇവിടുത്തുകാരനാണോ? ഞാൻ ഇവിടുത്തുകാരനാണ്. യാസിർ അയൽവാസിയാണോ ഇവരുടെ? അല്ല, അയൽവാസിയല്ല. ഞാൻ ഇവിടുത്തെ പോയാൽ മതി. ലേശം പോകാനുള്ളൂ, ഒരു 200 മീറ്റർ. യാസിറിനെ അറിയാമോ? യാസിറിനെ അറിയാം. ഓലപ്പനെയും ഇവരെയൊക്കെ അറിയാം. അവരൊക്കെ ഇവിടെ ഉള്ളവരാണ്. അവരിവിടെ ഇതിൻ്റെ തൊട്ടടുത്ത വീട്ടിലാണ് താമസം. വാപ്പൻ്റെ പേര് യൂസഫാണ്. ഓലൊക്കെ നമ്മളറിയുന്ന. എന്താ ഇവൻ്റെ ഒരു പശ്ചാത്തലം? ഈ ലഹരിക്കൊക്കെ അടിമയാണ് കാണുകയും നമ്മൾ ഇവിടെ ഏറ്റവും കൂടുതൽ ലഹരിയിൽ അടിമപ്പെട്ടു പോയി. അതുകൊണ്ടിപ്പം വീട്ടുകാർക്ക് വരെ വിഷമത്തിലാണ്. കാരണം മക്കൾ കയറി വരുന്ന ഏത് രൂപത്തിലാണെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇപ്പം നമ്മൾ മക്കളെ കെട്ടിച്ച് കൊടുത്തിട്ട് ആ മക്കൾ വരുന്നത് നമ്മളെ വീട്ടിലേക്ക്, എനിക്ക് അവിടെ നിന്നുകൂടെ തന്നെ എന്തെങ്കിലും ഒരു വിഷമമായിട്ട് നമ്മളെ വീട്ടിലേക്ക് എത്തിയാൽ അതിന് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നതാണ് ഇത്. ഉടനെ കത്തിയെടുക്കുക, കുത്തുക,
ഇതൊക്കെയാണ്. ലഹരിയാണ്, മൊത്തത്തിൽ ലഹരി തന്നെയാണ്. ലഹരിയിലാണ് ഇപ്പൊ ഇതിങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഇത്തരത്തിൽ ലഹരിയൊക്കെ ഉപയോഗിച്ച് വീട്ടിലെത്തി പ്രശ്നം ഉണ്ടാക്കാറുണ്ടായിരുന്നു, അറിയാമായിരുന്നു? ഉണ്ട് എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അവർ പറഞ്ഞ ഇങ്ങനെ ഇവര് ഈ പിന്നെ കുഞ്ഞിൻ്റെ അവർ പറഞ്ഞ അങ്ങനെയാണ്. പിന്നെ എന്നിട്ട് അതിന് നിൽക്കാൻ പറ്റാത്തതിൻ്റെ സാഹചര്യത്തിലാണ് ഉപ്പ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റൂല, ഞാൻ ഇങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞ് ഞാൻ വാപ്പ പിന്നെ മോളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങോട്ട് ചെല്ലാത്തതിൻ്റെ പേരിൽ എൻ്റെ വയ്യ നിൽക്കണമെന്നുള്ള ആ നിർബന്ധിതയിലാണ് ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടായത്. കാരണം കുട്ടിക്കാണ് നിൽക്കാൻ പറ്റൂല, ലഹരി ഉപയോഗിക്കുന്ന ഈ നിൽക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ നമ്മളെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്കൊരു വേദന ഉണ്ടാകുമല്ലോ. അതുകൊണ്ടാണ് മോളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അതുതന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഷിബിലയുടെ വീടിലെ അയൽവാസിയാണ്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ നിരന്തരം പ്രശ്നമുണ്ടായപ്പോൾ താമരശ്ശേരി പോലീസിൽ ഷിബില എത്തി ഒരു പരാതിയൊക്കെ നൽകിയിരുന്നു. ആ പരാതിയിൽ പ്രധാനമായിട്ടും പറഞ്ഞത് തന്നെ നിരന്തരമായി ഭീഷണിപ്പെടുത്തുന്നു, അതുപോലെ തന്നെ ലഹരി ഉപയോഗിച്ച് ഉപദ്രവിക്കുന്നു, അങ്ങനെയാണ് ഇവർ മാറിക്കഴിയുന്നതൊക്കെ. അങ്ങനെ മാറിക്കഴിഞ്ഞ വീട്ടിലേക്ക് മാറി ഇരുവരും രണ്ടിടങ്ങളിലായി കഴിഞ്ഞ സമയത്ത് ഈ പരാതിയിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം, ഇവരുടെ വസ്ത്രങ്ങളെല്ലാം തിരിച്ചെടുക്കണം, അതിനുള്ള ഒരു സഹായം പോലീസിൽ നിന്നോ ഒക്കെ വേണം എന്ന് പറഞ്ഞ സമയത്ത് ആ വിവരം, ഈ വസ്ത്രങ്ങളൊക്കെ തിരിച്ചെടുക്കണമെന്ന് പറയുന്ന വിവരം യാസിർ അറിയുന്നുണ്ട്. ആ ദേഷ്യത്തിൽ യാസിർ ചെയ്ത ഒരു കാര്യം, ഇങ്ങനെ ഇവരുടെ വീട്ടിലുണ്ടായിരുന്ന ഈ വസ്ത്രങ്ങൾ, അതായത് ഷിബിലയുടെ 3 വയസ്സുള്ള കുഞ്ഞിൻ്റെയും വസ്ത്രങ്ങളെല്ലാം പുറത്തേക്ക് എടുത്തിട്ട് അത് കൂട്ടമായി കത്തിച്ചു, തീ കൊളുത്തി അത് കത്തിച്ചു. അത് കത്തിച്ചത് വാട്സാപ്പിൽ